എന്തായാലും ഇപ്പോൾ ഇന്ത്യ മുഴുവനും കേരളത്തിലെ ആളുകൾ ശ്രദ്ധിക്കാം. ഇപ്പോൾ തെലങ്കാനയിൽ ഇപ്പോൾ മെസ്സി വരുന്നു, CM-ആയിട്ട് അവർ ഫുട്ബോൾ കളിക്കുന്നു. അതുണ്ടാക്കുന്ന ഒരു ഓളം എന്ന് പറയുന്നത് അതിൻ്റെ അവിടെ ടിക്കറ്റ് എടുത്ത ആൾക്കാരുടെ വരുമാനമല്ല. മെസ്സി വന്നാലുണ്ടാകാമായിരുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലും അതേപോലെ തന്നെ വിസിബിലിറ്റി, ഇന്ത്യ പോലത്തെ രാജ്യത്ത് നമ്മളെ ഒരു ഗ്ലോബൽ അറിയപ്പെടുക എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഒരു എക്കണോമിക് കോൺസെൻട്രേഷൻ ലഭിക്കുക എന്ന് പറയുന്നതും ഇതേപോലത്തെ ഇവൻറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. ബേസിക്കലി ദുബായിയെ സംബന്ധിച്ചിടത്തോളം കാര്യമായ പെട്രോളില്ല. പക്ഷേ അവർ ടൂറിസമായാലും മറ്റ് എക്കണോമിക് ആക്ടിവിറ്റീസ് കൊണ്ടും ലീഡ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സാധനം അവർക്കറിയാം. അവരൊരു ഇവൻറ്റ് കഴിയുന്നതിന് മുമ്പ് അടുത്ത ഇവൻറ്റ് ഡിക്ലെയർ ചെയ്യും. ആ ഇവൻറ്റുകൾക്ക് കൺസിസ്റ്റൻസി ആൻഡ് കണ്ടിന്യൂഷൻ അവർ ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഹഡിൽസ് വരികയാണെങ്കിലും ഇതേപോലത്തെ ഇവൻറ്റുകൾ വരികയാണെങ്കിലും ഇത് വൺസ് ഒരു ഇവൻറ്റ് വരുമ്പോൾ അത് പിന്നീട് അതിന് കണ്ടിന്യൂഷൻ ഉണ്ടായിട്ടില്ലെങ്കിലുള്ള പ്രശ്നം ഇതിനു വേണ്ടി ഡെവലപ്പ് ചെയ്ത ഇൻഫ്രാസ്ട്രക്ചറുകളെല്ലാം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ അട്രാക്ഷൻ കുറയുക ചെയ്തു. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ശരി, ഉദാഹരണത്തിന് കാലിക്കറ്റ് ഒരു ബിഗ് ഇവൻറ്റ് വന്നു, അല്ലെങ്കിൽ കൊച്ചിയിലൊരു ബിഗ് ഇവൻറ്റ് വരുന്നു, അതേപോലത്തെ ഇവൻറ്റുകൾ പിന്നെ സമീപകാലത്തൊന്നും വരാതിരിക്കുമ്പോൾ ഇതിന് പ്രിപ്പയർ ചെയ്ത ഇൻഫ്രകളെല്ലാം വെറുതായി.